കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിലേക്ക് എളുപ്പത്തിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു റൈസ്. ഈ ഒരു റൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കറിയൊന്നും വേറെ വേണ്ടി വരത്തില്ലേ. അങ്ങനെ ഒരു വെജിറ്റബിൾ റൈസും പിന്നെ നല്ല ചുമന്ന മീൻകറിയുടെയും റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഈ ഒരു മീൻകറിയുടെയൊക്കെ റെസിപ്പി കാണണമെങ്കിൽ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. അപ്പോൾ ഇതാ നമ്മൾ രാവിലെ അങ്ങ് എഴുന്നേറ്റ് പോന്നിട്ടുണ്ട്. ആദ്യം ജനലും വാതിലുമൊക്കെ തുറന്നിട്ടു. ഇനിയിപ്പോൾ നമുക്ക് കുക്കറിൽ ചോറ് വെച്ചിട്ടുണ്ട്. ഞാൻ ബസ്മതി അരി കുക്കറിൽ പെട്ടെന്ന് ഒരൊറ്റ വിസിലിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അതാകുമ്പോഴത്തേനും വേഗം പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുക്കറിലിട്ടതാണേ. അപ്പോൾ ഇതാ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് ഊറ്റി വയ്ക്കാം. ഞാൻ പിന്നെ ആ സമയം കൊണ്ട് കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഒരു റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറിയ ബീൻസ് എടുത്തിട്ടുണ്ട്, പിന്നെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ബട്ടറും ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാവേ. വെജിറ്റബിൾ ഓയിലാണ്. എന്നിട്ട് നമുക്ക് ആദ്യം കൂടുതൽ വേവുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ബീൻസും ക്യാരറ്റും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പച്ചക്കറിയിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കണം. ചോറിൽ നമ്മൾ ഉപ്പിട്ടാണ് കേട്ടോ നോക്കിയിട്ട് ഇടണേ. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ക്യാബേജും കൂടി ഇട്ട് അതും കൂടെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് സോയാ സോസ് വേണം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം, പിന്നെ മല്ലിയില, അത്രയും കൂടെ മതിയാവും. പിന്നെ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്തോ കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ പകുതി നാരങ്ങാ നീര് വേണം കേട്ടോ, പകുതി നാരങ്ങയുടെ നീര്. അപ്പോൾ ആ കുരു കളഞ്ഞിട്ട് അതും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ലാസ്റ്റായിട്ട് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടൊരു റെസിപ്പി അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം. ഞാനിത് തൈരും കൊണ്ട് കൂടെയാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് സെർവ് ചെയ്തത്. അവർക്ക് രാവിലെ കഴിക്കാനായിട്ടും ഇത് തന്നെയാണ് കൊടുത്തത്. അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ റൈസ്. തലേ ദിവസം റൈസൊക്കെ വേവിച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ ഒന്നും കൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ നല്ലതുമാണ് ഇങ്ങനെ തലേ ദിവസം ഈ ഫ്രൈഡ് റൈസിനെ റൈസ് വേവിച്ച് വെച്ചാൽ. അപ്പോൾ ഇത് രാവിലെ വേവിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുക്കറിലിട്ട് ഒരൊറ്റ വിസിലങ്ങ് അടിച്ചെടുത്താൽ മതി കേട്ടോ ബസ്മതി റൈസിന്. അങ്ങനെ നമ്മൾ റൈസൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി മക്കൾക്ക് ലഞ്ച് ബോക്സിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ഇന്ന് ധൃതിയായിപ്പോയി, സമയം പോയി. പിന്നെ പെട്ടെന്ന് ഇതാ 2 പേർക്കും ഉള്ളത് എൻ്റെ കൈ വെച്ചിട്ട് തന്നെ എടുക്കുവാണ്. കയ്യിൽ ലഞ്ച് ബോക്സ് വെച്ചിട്ട് തന്നെ അങ്ങ് പെട്ടെന്ന് പാക്ക് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ തൈരാണ് കേട്ടോ മക്കൾക്ക് കൊടുത്തു വിട്ടത്. അതിൽ വെജിറ്റബിൾസ് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം ആവശ്യത്തിൽ കൂടുതൽ നമ്മുടെ റൈസിൽ വെജിറ്റബിൾ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് മക്കളെ പറഞ്ഞു വിട്ടു. ഇനി നമുക്ക് മീൻകറി വെക്കാം കേട്ടോ ഉച്ചയ്ക്കത്തേനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കഷ്ണം മീനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരൊന്നും കറക്റ്റ് എനിക്കറിയത്തില്ലേ, ഞാൻ മറന്നുപോയി. തളയോ മോതയോ എങ്ങാണ്ടാ തോന്നും, അതോ പറ്റയാണോ എന്നറിയത്തില്ല. അപ്പം ആ മീനിൻ്റെ പേരറിയാവുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. ഇനിയിപ്പം നമുക്ക് നല്ലൊരു മീൻ കറി വയ്ക്കാം. അതിനായിട്ട് ചട്ടി വെച്ചു, വെളിച്ചെണ്ണ വെച്ചു, ഉലുവയിട്ട് പൊട്ടിയപ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുന്നതിന് മുമ്പ് ഞാൻ ഗ്യാസ് അങ്ങ് ഓഫ് ആക്കുവാണ് കേട്ടോ, അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്. അതാകുമ്പോൾ നല്ല കളറ് കിട്ടും കേട്ടോ, അധികം എരിവും ഉണ്ടാവത്തില്ല. ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനെ എരിവുള്ള മീൻകറിയാണ് ഇഷ്ടം, ഈ ചുമന്ന മീൻകറിയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് എരിവുള്ള ആ ഒരു മുളക് പൊടി ചേർക്കാറില്ലേ. പിന്നെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഗ്യാസ് ഓഫാക്കിയിട്ട് ഓണാക്കാൻ നോക്കിയപ്പോൾ അത് പറ്റുന്നില്ലായിരുന്നു, ചട്ടി വെച്ചുകൊണ്ട്. പിന്നെ ചട്ടി എടുത്ത് മാറ്റി വെച്ചിട്ട് ഓണാക്കിയപ്പം ഓണായി. ഇനിയിപ്പോൾ കുടംപുളിയില്ലേ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് പോരാൻ തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മീൻകറിക്ക് ഉപ്പും പുളിയൊക്കെ മുമ്പിൽ നിൽക്കണേ. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും മീൻകറി വെക്കുന്നത്, എങ്കിലും ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണേ. ഇനിയിപ്പോൾ നമുക്ക് മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ലേ, അത് ഈ ഒരു തിളയ്ക്കുന്ന അരപ്പിലേക്ക് അങ്ങിട്ട് കൊടുക്കാവേ. എന്നിട്ട് നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ മീനൊരു ഇച്ചിരി വേവുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാനൊരു 10-20 മിനിറ്റോളം കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ഈ മീനൊന്ന് വേവിച്ചെടുത്തത്. അപ്പം മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കട്ടിയുള്ള മീനാണെങ്കിൽ പൊടിഞ്ഞൊന്നും പോകത്തില്ല, നമുക്ക് ഇളക്കിയൊക്കെ കൊടുക്കാം. കനവില്ലാത്ത മീനാണെങ്കിൽ സ്പൂൺ കൊണ്ട് ഇളക്കാൻ നിൽക്കേണ്ട, ചുറ്റിച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ മീനൊക്കെ ഇട്ട് കൊടുത്തു, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ. ഇനി മീൻകറി അവിടെ ഇരുന്ന് വേവട്ടെ. തിളയ്ക്കുന്നിടം വരെ തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ നമുക്ക് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഓരോ മീനും ഓരോ വേവാണ്. ഈ മീന് കുറച്ച് വേവുണ്ട്. ഇനി ഞാൻ കുറച്ച് മീൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പുരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വെക്കാം. വിനാഗിരിക്ക് പകരം വേണമെങ്കിൽ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. ഞാൻ ഇവിടെ വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ഈ മീൻ പൊരിക്കുമ്പം ഞാൻ അടച്ച് വെച്ചിട്ടാണ് കേട്ടോ, ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒത്തിരി നല്ല വേവുണ്ട് ഈ മീൻ.
അപ്പോൾ ഇനി മോൾക്കുള്ളത് ഞാൻ പൊരിക്കാനും കൂടി ഇടുന്നുണ്ട്, ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലും. കുറച്ച് ദിവസമായി ഇവിടെ ഈ നിലക്കടല ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഇത് ചീത്തയായി പോകണ്ടല്ലോ. അപ്പം മക്കൾക്ക് ഈ പീനട്ട് ബട്ടർ ബ്രെഡിൽ തേച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റയിലൊരു വീഡിയോ കണ്ടതാണ്, പീനട്ട് ബട്ടർ ഇതുപോലെ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വീഡിയോ നോക്കി ഉണ്ടാക്കിയതാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഞാൻ റോസ്റ്റഡ് പീനട്ടാണ്, അത് കുറച്ച് തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. പക്ഷേ ഇതിങ്ങനെ ആ വെള്ളം പോലെ വരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞ കുറച്ച് സാധനങ്ങളും കൂടി ഇടാറുണ്ട്, അതും കൂടി ഇടുമ്പോൾ ശരിയാവുമായിരിക്കും. മധുരത്തിന് വേണ്ടി തേനാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഞാൻ അടിച്ചു നോക്കി. എന്നിട്ടും സത്യം പറഞ്ഞാൽ ഇത് ശരിയായില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കണമെന്ന് തോന്നുന്നത്. ഞാൻ ഇത് ഷോർട്ട് വീഡിയോ ആയിട്ടിട്ടപ്പോൾ അതിനകത്ത് ഒരുപാട് കമൻറ്റ് വന്നു, ഇത് കുറേ നേരം ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരുന്നാലേ ഉള്ളൂ അതിൽ നിന്ന് ഓയിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇത് നമ്മുടെ പീനട്ട് ബട്ടറായിട്ട് വരത്തുള്ളെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ കുറേ നേരം നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് ഉപേക്ഷിച്ചു. ഈ ഒരു ടൈപ്പിൽ തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് അങ്ങ് കഴിച്ചു, അതാണ് ചെയ്തത്. പിന്നെ അപ്പം നമ്മുടെ ഒരു റെസിപ്പി ചീറ്റിപ്പോയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഇപ്പം മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ അടച്ച് വെച്ചാൽ മീൻകറി നല്ല സെറ്റാകും. കുറച്ച് നേരം ഇരിക്കണം കേട്ടോ ഈ ഒരു മീൻകറിയൊക്കെ, എന്നാലേ ഉള്ളൂ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇറങ്ങത്തുള്ളൂ. ഈ മീൻകറി ഞാൻ വെച്ച സമയത്ത് ഉമ്മച്ചി നല്ല കപ്പ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നേ, നമ്മുടെ വീട്ടിലുണ്ടായ കപ്പയാണ്. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറും മീൻകറിയും മീൻ പൊരിച്ചതും കപ്പ കുഴച്ചതും ഒക്കെ ആയിരുന്നേ. പിന്നെ മോരോ തൈരോ എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും നല്ല പച്ച കറിവേപ്പിലയും കൂടെ പോയി നമ്മുടെ കറിവേപ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മോൾക്കുള്ള മീനും കൂടെ ഞാനിതാ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മുടെ കപ്പ കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ല ചുമന്ന മീൻകറി റെഡി ആയിട്ടുണ്ട്, മീൻ പൊരിച്ചതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴിച്ചാലോ. അപ്പം ഞാൻ ഡയറ്റിലായിരുന്നു, എന്നാലും കപ്പ കാണുമ്പം ഒരു പ്രത്യേക ഒരു കൊതിയാണല്ലേ കഴിക്കാനായിട്ട്. അങ്ങനെ ഇതാ കപ്പയൊക്കെ എടുത്തു, നല്ല മീൻകറിയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു. കണ്ടോ കുറച്ച് നേരം ഇരുന്നപ്പം മീൻകറിയുടെ കളറൊക്കെ ഒന്നുകൂടെ വന്നത് കണ്ടോ, നന്നായിട്ട് ഒന്നും കൂടെ കുറുകയും കിട്ടും, മീനിലൊക്കെ ആ ഒരു അരപ്പൊക്കെ പിടിക്കുകയും കൂടെ ചെയ്യും കേട്ടോ. അപ്പം മീൻകറി വെച്ച ഉടനെ കൂടുന്നതിൽ നല്ലത് കുറച്ച് നേരം വെച്ച് സെറ്റാക്കുന്നതായിരിക്കും. പിന്നെ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഇനി നേരെ ഇത് കപ്പയിലേക്ക് ഒഴിക്കുക, അങ്ങ് കഴിക്കുക. അപ്പം ഈ കപ്പയും മീൻകറിയുടെയും ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫുഡുകളിലൊന്നാണ് കപ്പയും മീൻകറിയും. അങ്ങനെ നല്ല കപ്പ കുഴച്ചതും മീൻകറിയും കൂടെ കൂട്ടി കഴിക്കുകയാണ്. മോൾക്ക് കപ്പയൊന്നും കഴിക്കത്തില്ല കേട്ടോ. പിന്നെ അവൾക്ക് ഞാൻ ചോറും മീൻ പൊരിച്ചതും മീൻകറി, എരിവുള്ള മീൻകറി കൊണ്ട് അവൾ കഴിക്കത്തില്ല, ചോറും മീൻ പൊരിച്ചതും പിന്നെ തൈരും ഒക്കെ കൂട്ടിയിട്ട് അവൾക്ക് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പം നമ്മുടെ SIR ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുന്ന ആ ഒരു ടൈമായിരുന്നേ. അപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഫോട്ടോസൊന്നും ഇല്ലായിരുന്നു കയ്യിൽ. അപ്പോൾ എല്ലാവരും കൂടെ പോയി ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ കവലയിൽ തന്നെയുള്ളൊരു സ്റ്റുഡിയോയിൽ വന്നതാണ് കേട്ടോ, കുമാരനെല്ലൂർ കവലയിൽ തന്നെയുള്ള സ്റ്റുഡിയോ, ആരോമൽ സ്റ്റുഡിയോ. ഇവിടെ നിന്നാണ് നമ്മളെപ്പോഴും ഫോട്ടോസൊക്കെ എടുക്കാറ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കയറി നമ്മുടെ എല്ലാവരെയും ഫോട്ടോ വേണമായിരുന്നേ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനിയിപ്പോൾ അത് പ്രിൻ്റ് എടുത്ത് തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇക്കയുടെ ഫോട്ടോ എടുത്തില്ല, ഇക്ക ഫോട്ടോ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് അവിടെ നിന്ന് അങ്ങ് എടുത്താൽ മതിയല്ലോ. അങ്ങനെ നമ്മൾ ഫോട്ടോയ്ക്ക് വേണ്ടി അവരുടെ വെളിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളേ. പിന്നെ അവർ ആകെ ഒരു ടയേർഡായിട്ടാണ് സ്കൂളിൽ നിന്ന് വന്നത്. മോൾക്കൊക്കെയാണ് ആകെ ടയേർഡായിട്ടത്, അവൾ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്തപ്പോഴേ നമ്മുടെ ഫോട്ടോ സെറ്റാക്കി തന്നു കേട്ടോ. പിന്നെ എല്ലാവരെയും കട്ട് ചെയ്തെടുക്കുകയാണ് ഫോട്ടോസ്. 4 പ്രിൻറ്റ് വീതം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ഫോട്ടോയും മേടിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിൽ പോയി. അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം അവരുടെ വീട്ടിലൊരു ഡോഗ്, നല്ല രസമുണ്ട് കേട്ടോ അതിനെ കാണാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.